ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രോബെറി ചീസ് കേക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചീസ് കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് ചൈന ഗ്രാസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കാം. ചൈന ഗ്രാസാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് ഉരുക്കിയെടുക്കേണ്ടതാണ്. ഞാനിതൊരു ബൗളിലോട്ട് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബിസ്ക്കറ്റും ബട്ടറുമാണ്. ഞാനിവിടെ ഒരു 10 ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഞാനെടുത്ത മോൾഡ് ചെറുതായ കാരണമാണ് ഞാൻ 10 എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിടുക. ശേഷം തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇനി ഈ ബട്ടർ നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇനി പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലേക്ക് നമുക്ക് ഈ ഉരുക്കിയെടുത്ത ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം അത്ര മതിയെന്നെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഞാനിവിടെ ഒരു ചെറിയ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി കൊടുക്കും. ശേഷം ഈ പൊടിച്ചു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് കൂട്ട് ഈ മോൾഡിൻ്റെ അടിയിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് നിരപ്പാക്കിയെടുക്കുക. ശേഷം ഇതൊന്ന് സെറ്റാക്കി കിട്ടുവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്രീം ചീസാണ്. ഞാനിവിടെ 100 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന മോൾഡിൻ്റെ അളവനുസരിച്ച് വേണം എല്ലാ ചേരുവകളും എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടിച്ച പഞ്ചസാര കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുതിർത്തി വച്ചിരിക്കുന്ന ജെലാറ്റിൻ കൂടി ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ കൂട്ടെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിരപ്പാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറിയുടെ ജെല്ലി പൗഡറാണ്. നമ്മളിവിടെ 2 ടീസ്പൂൺ ജെല്ലി പൗഡർ എടുത്തതിന് ശേഷം അതിലോട്ട് വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കുക. ഇത് നന്നായി അലിയിച്ചെടുത്തതിന് ശേഷം സെറ്റാക്കി വെച്ചിരിക്കുന്ന
ഈ കൂട്ടിന് മുകളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ജെല്ലി മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിത് സെറ്റായതിന് ശേഷം ഇത് ഡിമോൾഡ് ചെയ്ത് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്കാണിത്. ചെറുതായിട്ടുള്ളൊരു പുളിപ്പും മധുരവും ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.